അപ്പൊ വേണമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യാം. അസുഖത്തിന്റെ പേരിൽ അടയിരുന്ന് ശീലിച്ചതല്ലേ. പിന്നെ കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമാണല്ലോ. നീ എന്തെങ്ങനെ ഇരിക്കുന്നേ? സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിലേ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. ശാന്തി വാ. അതെ, ഈ മുകളിലിരിക്കുന്ന പാത്രങ്ങൾ മുഴുവനും എടുത്തു മാറ്റി തുടച്ച് വൃത്തിയാക്കണമെന്ന് കുറെ ദിവസമായി ഞാൻ ആലോചിക്കണു. ശാന്തി ഒന്ന് മേളിൽ കയറി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. കഴിഞ്ഞ ദിവസം തറ തുടച്ച് വൃത്തിയാക്കിയില്ലേ, അതുപോലെ. ദേ, ഇവിടെ സ്റ്റൂൾ ഇരിപ്പുണ്ട്. അതിന് ചവിട്ടി കയറി മേലെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയാ മതി. ഒരു കുഴപ്പമില്ല. മാഡം, ഇതൊക്കെ കൃഷ്ണ വന്നിട്ട് ചെയ്താ പോരെ? നിനക്കെന്താ കുഴപ്പം? അല്ല, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ജോലികളൊന്നും ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല. അതെന്താ, ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും നീ മഹാറാണിയായോ? സാധാരണ ജോലികളൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് കേറി അങ്ങോട്ട് ചെയ്യടി. എന്തിനാ മാഡം എന്നോട് ഇങ്ങനെ ശത്രുത കാണിക്കുന്നേ? നിന്നോട് ശത്രുതയല്ലാതെ വേറെ എന്താ എനിക്ക് തോന്നേണ്ടത്? കേറി ചെയ്യാനല്ലേ പറഞ്ഞത്? ചെയ്യടി അങ്ങോട്ട്. കേറാൻ. ഓരോന്നോരോന്നെടുത്ത് വൃത്തിയാക്ക്. അതെ, ഈ സുഖമില്ലാത്ത അഭിനയൊന്നും ഇങ്ങോട്ട് വേണ്ട. ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴെ ഇറങ്ങിയാ മതി. ഡി, നോക്കി ചെയ്യടി. വിലപിടിപ്പുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. നോക്കി ചെയ്തൂടെ? അപ്പൊ വേണമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യാം. അസുഖത്തിന്റെ പേരിൽ അടയിരുന്ന് ശീലിച്ചതല്ലേ. പിന്നെ കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമാണല്ലോ.
നീ പണിയെടുത്ത് വീണ് ചാകുന്നില്ലെങ്കിലേ നിന്നെ ഞാൻ കൊല്ലും. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യവതി മാഡത്തിന് ഇങ്ങനെ സംശയിക്കേണ്ട കാര്യം എന്താ? അവർക്ക് ഭർത്താവും മോനൊക്കെ ഉള്ളതല്ലേ. പക്ഷേ എന്നിട്ടും അനിയൻ സാറിനോടുള്ള സ്നേഹം കൊണ്ട് ആ ചേച്ചി കൂടെ നിൽക്കുമല്ലേ? അനിയൻ സാറിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? എടി സുനന്ദേ, എനിക്ക് മനസ്സിൽ തട്ടി ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നേ. അവരൊരു കുഴപ്പക്കാരിയാണ്. ഈ നടക്കുന്നതൊക്കെ അവരുടെ കള്ളക്കളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ കാര്യത്തില് കൃഷ്ണ ചിന്തിക്കുന്നതിന്റെ കൂടെയാ. അവരിൽ ഒരു തെറ്റും കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിനക്കൊക്കെ എന്താ ഭ്രാന്താണോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വാസ്തവം ഉണ്ടോ എന്ന് തിരക്കില്ല, വെറുതെ അങ്ങ് കയറി ന്യായീകരിച്ചോളൂ. ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ കുറ്റവാളിയില്ലേ, അനിയൻ സാറിന്റെ കുത്തുകൊണ്ട് കിടക്കുന്നവൻ, അവനെങ്ങാനും മരിച്ചു പോയാ എന്താ സംഭവിക്കാന്നറിയോ? അനിയൻ സാറ് പിന്നെ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോപാലേട്ടാ? സത്യം പറഞ്ഞ വലിയ കാശുകാരുടെ കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കുന്നതാ നല്ലത്. ആദ്യം ഒരിടത്ത് പോയി ഇടപെട്ടു, സിത്താര മാഡത്തിന്റെ വീട്ടില്. അവിടുന്ന് കിട്ടിയതൊന്നും മറന്നിട്ടില്ലല്ലോ. ഇപ്പതാ ഇവിടെ. എടി, കാശുള്ളവരുടെ കാര്യത്തിലൊക്കെ നമ്മളെന്തിനാ ഇടപെടുന്നേ? നമുക്ക് കൃഷ്ണയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. കൺമുമ്പിൽ അവൾക്കിനി എന്തെങ്കിലും ആപത്ത് വന്നാലേ നീയൊക്കെ പഠിക്കൂ. നിങ്ങൾ ആര് വിശ്വസിച്ചില്ലെങ്കിലും സത്യവതിയുടെയും മൂർത്തിയുടെയും കാര്യത്തില് എന്റെ സംശയം ഓരോ നിമിഷവും ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ വിട്ടുകൊടുക്കില്ല സുനന്ദേ. ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ടാവും. അനിയൻ സാറിനെ കൃഷ്ണനെ അവര് ചതിച്ചിട്ടുണ്ടേ, അതിന് പകരം വീട്ടാൻ ഞാൻ മുന്നിലുണ്ടാവും. കൃഷ്ണയെ സ്നേഹിക്കേണ്ടെന്നും അവളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞേ. വാസ്തവം തിരിച്ചറിയാതെ ഓരോന്നിനിറങ്ങി തിരിക്കേണ്ടെന്നാ. നിന്റെ പേടി എനിക്ക് മനസ്സിലായി സുനന്ദേ. നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു വിലയില്ല. നമ്മളൊക്കെ കുറെ കാലം ജീവിക്കും, പിന്നെ എവിടെയെങ്കിലും വീണ് മരിക്കും. അതിനുള്ളിൽ ഒന്നും തന്നെ ചെയ്യാനുമില്ല. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഈ ജന്മം കൊണ്ട് കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് കരുതാം. നീയൊന്ന് ആലോചിച്ച് നോക്കി. പട്ടിണിയും പരിവട്ടവുമായി നിത്യേന ദുരിതവർത്താനമായിരുന്ന നമ്മുടെ വീട്ടില് ഒരു ചിരിയുണ്ടായത് കൃഷ്ണമോള് വന്ന് കയറിയപ്പോഴല്ലേ? അവിടെ സംസാരം കേട്ട് പൊട്ടിച്ചിരിച്ചാണ് കാലങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സ് നിറഞ്ഞൊന്ന് ഭക്ഷണം കഴിച്ചത്. അതിനവളെ ദൈവം നമ്മുടെ മുന്നിലേക്ക് അയച്ചതല്ലേ? അവൾക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്തിട്ട് ചത്തുപോവാണെങ്കിൽ അങ്ങ് പോട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. നീ നോക്കിക്കോ.